നടക്കുമ്പോൾ വേച്ച് വീഴാൻ പോവുക, അല്ലെങ്കിൽ മുട്ട് മടങ്ങി പോവുക, ശരീരത്തിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബേണിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ തരിപ്പ് അനുഭവപ്പെടുക, മൂത്രം പിടിച്ചു വെക്കാൻ ബുദ്ധിമുട്ട് തോന്നുക. ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് പരസ്പരം ബന്ധമില്ല എന്ന് തോന്നുന്ന ചില ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണുന്ന അസുഖമാണ് സെർവൈക്കൽ മയലോപ്പതി എന്ന് പറയുന്നത്. കഴുത്തിന്റെ കശേരുക്കൾക്ക് വരുന്ന തേയ്മാനമോ അല്ലെങ്കിൽ ഡിസ്ക് ബൾജോ കാരണം സുഷുമ്നാ നാഡിക്ക് കംപ്രഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ ഒരു അസുഖം വരുന്നത്. സുഷുമ്നാ നാഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഡീവ്യൂഹമാണ്. അതിന് വരുന്ന ചെറിയ തകരാറ് പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. സാധാരണയായിട്ട് വയസ്സാവുന്നതിനനുസരിച്ചിട്ടാണ് സെർവൈക്കൽ മൈലോപ്പതി എന്ന് പറയുന്ന അസുഖം കാണാറുള്ളത്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് ഇത് നേരത്തെ തുടങ്ങുന്നത്. ഏകദേശം ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പുരുഷന്മാരിൽ ഇത് കണ്ടു തുടങ്ങുന്നുണ്ട്. ഈ ഒരു അസുഖത്തിന്റെ പ്രത്യേകത വേദന കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിത് അറിയാതെ ഇതിന്റെ ചികിത്സ നേടുന്നത് ചിലപ്പം വർഷങ്ങൾക്ക് ശേഷമൊക്കെ ആയിരിക്കാം. ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു നോർമൽ സ്റ്റേജിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവായിട്ടുള്ള ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ഈ ഒരു അസുഖം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ആദ്യമേ പിന്തുടരുക. അതായത് കൃത്യമായിട്ടുള്ള ജീവിതശൈലി പിന്തുടരുക, നന്നായി വെള്ളം കുടിക്കുക, കൃത്യമായി വ്യായാമം ചെയ്യുക, അങ്ങനെ ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ വിദഗ്ധ ഉപദേശം നേടിയതിനു ശേഷം എത്രയും പെട്ടെന്ന് ചികിത്സ തേടുക.